ദൈവത്തിന് മഹത്വം. ബഥാന്യയിലെ മാർത്തയുടെ ഭവനത്തിൽ കൂടി വന്ന ജനങ്ങളോട് നിത്യജീവന്റെ ദൈവവചനം പങ്കുവെക്കുകയാണ് യേശു. ആ സന്തോഷ അന്തരീക്ഷത്തെ കെടുത്തിക്കൊണ്ട് മാർത്ത പൊതുവിൽ വന്ന് തൻ്റെ സഹോദരി മറിയ അതിഥി ശുശ്രൂഷയിൽ തന്നെ സഹായിക്കുന്നില്ല എന്നും യേശുവിന് അതിൽ വിചാരമില്ല എന്നും വിദ്വേഷധ്വനിയിൽ യേശുവിനോട് പരാതി പറഞ്ഞു. എല്ലാ കണ്ണുകളും യേശു മാർത്തയെ ശകാരിക്കുമെന്ന വിചാരത്താൽ രംഗം വീക്ഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ മാർത്തയുടെ വാക്കുകളുടെ പിന്നിൽ വിചാരങ്ങളാൽ കലങ്ങിയ മനസ്സിനെ തിരിച്ചറിഞ്ഞവനായ യേശു സൗമ്യ സ്വരത്തിൽ മാർത്തയോട്, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മന കലങ്ങി വിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലും ഇത്തരം സന്ദർഭങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ലോക മനുഷ്യർ നാം എന്തു പറഞ്ഞു എന്ന് മാത്രം വീക്ഷിക്കുമ്പോൾ യേശു നാം എന്തു പറഞ്ഞു എന്ന് മാത്രമല്ല, നാം എന്തുകൊണ്ട് പറഞ്ഞു എന്ന നമ്മുടെ മനസ്സിനെയും പരിഗണിക്കുന്നവരാണ്. യേശു മാർത്തയെ ഉപദേശിച്ചതുപോലെ മനം തകർക്കുന്ന വിചാരങ്ങളുടെ വേലിയേറ്റങ്ങൾ വരുമ്പോൾ നല്ല അംശമായ ദൈവവചനത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും. ആമേൻ.